ഹലോ നമസ്കാരം. ഞാൻ കാഞ്ചിയുടെ LPSലാണ് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ അവിടെ ഒറ്റ ഹാളാണ്, ഒറ്റ ഹാള്, അതായത് 4 ഡിവിഷനായിട്ട് തിരിച്ച ഒറ്റ ഹാളും ഒരു ഓഫീസ് മുറിയും. ഓരോ ഡിവിഷനിലും 4 ബെഞ്ച് സ്ക്വയറായിട്ട് ഇട്ടിട്ട് സാറിനൊരു കസേരയും. അങ്ങേ അറ്റത്ത് ഓഫീസ് മുറി, അവിടെ ഹെഡ് മാസ്റ്റർ ഇരിക്കും. ബാക്കി 4 ക്ലാസ്സിലും 4 അധ്യാപകർ നിന്ന് പഠിപ്പിക്കും. ഒരു ദിവസം ഒരു മഴയും കോളുമൊക്കെ വന്ന ഒരു സമയം, ഒരു 3 മണിയായി കാണും. ലാസ്റ്റ് സമയം 4 മണിക്കാണല്ലോ ഞങ്ങളെ വിടുന്നത്. അപ്പോൾ 3 മണിയായപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ രാമേന്ദ്ര സാറായിരുന്നു. ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്തല്ല, ക്ലാസ്സിലിങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് പാട്ട് പാടാനറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന പ്രസാദ് പറഞ്ഞു, സാറേ യവനറിയാൻ പാട്ട് പാടാൻ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു മതിന് പഠിപ്പിച്ച് വന്ന 2 വരി കവിത സാറിന് പാടി കേൾപ്പിച്ചു കൊടുത്തു. സാറ് അത് കേട്ടിട്ട് ഒത്തിരിയേറെ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് എല്ലാവരുടെ അടുത്തുമായിട്ട് പറഞ്ഞ്, എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കാര്യമുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, ഈ ബെഞ്ചിൻ്റെ മണ്ടയിൽ കയറി ഒന്ന് ഉച്ചത്തിൽ ഈ പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബെഞ്ചിൻ്റെ മണ്ടയിൽ കയറി എന്നിട്ട്, അപ്പുക്കുട്ടൻ നട്ട് വളർത്തിയ പൂന്തോട്ടം, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മീശയുമുണ്ട്, ദാടിയുമുണ്ട്, ജപ്പാൻകാരുടെ തൊപ്പിയുമുണ്ട് എന്നൊരലക്ക് വെച്ച് കൊടുത്തു. അന്ന് ഈ ഹിപ്പികളൊക്കെ ഇറങ്ങിയ സമയമാണ്. അങ്ങനെ ചോദിച്ചു, ഇത് ആര് പറഞ്ഞു തന്നു, ആര് പഠിപ്പിച്ച്, ഇത് കൊള്ളാമല്ല എന്നൊക്കെ എല്ലാ സാറന്മാരും പിന്നെ അവിടെ വന്ന് എൻ്റെ അടുത്ത് എന്നെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതെൻ്റെ മതിന് പഠിപ്പിച്ചു തന്നതാണ്. റുക്കിയ എന്നാണ് മതിനിയുടെ പേര്. റുക്കിയ മതിനിക്ക് ഇരിക്കട്ടെ അതിൻ്റെ ക്രെഡിറ്റ്.